വെൽക്കം ബാക്ക് ടു ആലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മീൽ പ്രിപ്പറേഷൻ ആണ് കേട്ടോ. നമ്മൾ ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൽ പ്രിപ്പറേഷൻ ആണ്. ഇതിനകത്ത് നമ്മൾ കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് 2 തരത്തിലാണ് മാരിനേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കീൻവ ഉണ്ടാക്കണം, അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾ ഗ്രില്ല് ചെയ്യണം. ഇത് നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ പ്രയോജനകരമാണ്. കാരണം നമുക്ക് എല്ലാ ദിവസവും ഒന്നും മീൽ ഉണ്ടാക്കി വെക്കാനായിട്ട് അത്ര സമയം കിട്ടാറില്ല. കൂടുതലും ലോങ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാനൊക്കെ സാധാരണ 10 അവർ ഷിഫ്റ്റാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 4 ദിവസമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 4 ദിവസത്തിന് വേണ്ടി ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ചിക്കൻ വാങ്ങിച്ചത് 2 ഇതായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ പുതിനയിലയും ഒക്കെ കൂടി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. പിന്നെ മറ്റേത് പകുതി നമുക്ക് നമ്മുടെ സാധാരണ മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ മാരിനേഷൻ നമുക്ക് കുറച്ച് പച്ചമുളക് ഇതിനകത്ത് ഇടാം. പിന്നെ കുറച്ച് മല്ലിയില, ഒരു കൈപ്പിടിയോളം മല്ലിയിലയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പുതിനയില അതുമുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കസൂരി മേത്തിയാണ്, അതും കുറച്ചിടാം ഇതിനകത്തേക്ക്. ഇതാണ് കേട്ടോ കസൂരി മേത്തി. പിന്നെ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്തായിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ തൈരോട് ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് തൈരോട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഒലിവ് ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എയർ ഫ്രയറിനകത്താണല്ലോ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത്ര മതി. 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം അരഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. കാരണം ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണല്ലോ. ഉപ്പൊക്കെ ഉണ്ട്. ഇതാണ് ഒരു മാരിനേഷൻ. ഇത് നമുക്ക് ചിക്കനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ചേർക്കാവേ. കളറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി നല്ലതായിരിക്കും. അപ്പോൾ അതുകൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്താൽ. ഇപ്പം നമ്മുടെ ഒരു മാരിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി ചിക്കൻ നമുക്ക് നമ്മുടെ സാധാരണ മുളക് പൊടിയൊക്കെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറച്ചുകൂടെ ചിക്കൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, വളരെ കുറച്ച് മതി. പിന്നെ എരിവുള്ള മുളക് പൊടി, ഇതൊരു നല്ല എരിവുള്ള പൊടിയാണ്. അപ്പോൾ നമ്മുടെ ഓരോ മുളകിൻ്റെ ഇതനുസരിച്ച് നമുക്ക് മതി. ഞാനൊരു 1 ടീസ്പൂണോളമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് പപ്രിക്ക ഉണ്ടല്ലോ, കാശ്മീരി ചില്ലി, അത് ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി ഉണ്ടല്ലോ, അതുകൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടി അതുകൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് ഉപ്പ് അല്ല, അതുകൊണ്ട് ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് തൈരോട് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം തൈരോട് ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മീറ്റൊക്കെ ഒന്ന് ടെൻഡർ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് നേരത്തെ പോലെ തന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സാധാരണ മുളക് പൊടിയൊക്കെ ചേർത്തുള്ള ആ മാരിനേഷൻ ഇവിടെ റെഡിയാണ്. നമ്മുടെ 2 മാരിനേഷൻ ഇവിടെ റെഡിയാണ്. ഇനി ഇത് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ആ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് ഗ്രില്ല് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് വെജിറ്റബിൾസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് അസ്പാരഗസ്, ഒരു പിടിയുള്ളൂ കേട്ടോ. കുറച്ച് അസ്പാരഗസ്, പിന്നെ 2 ബെൽ പെപ്പറുണ്ട്. നമ്മുടെ 2 കളറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒന്ന് യെല്ലോയും പിന്നെ റെഡും. അപ്പോൾ നമുക്ക് കളർഫുൾ ആകുമ്പോഴത്തേനും കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് കാണുമല്ലോ. അത് ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതി കേട്ടോ, ഏതാണേലും കുഴപ്പമില്ല. ആദ്യം നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കുരു ഇല്ലാതെ നമുക്ക് എടുക്കണേ. ഇതിനകത്ത് കുരു എന്തെങ്കിലും ഉണ്ടോ അതൊന്ന് മാറ്റിയേക്കാം. ഇതുപോലെ എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. അതുപോലെ തന്നെ ഇതുപോലെ കളയാം. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ നല്ല എളുപ്പമുള്ള പരിപാടികളാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തീർക്കാനും പറ്റും. പിന്നെ നമുക്ക് ഒത്തിരി സമയം എടുക്കത്തില്ലല്ലോ. അപ്പം നമുക്ക് നമ്മുടെ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി സമയം എടുക്കുമല്ലോ. പക്ഷേ ഇതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി കഴിയും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും.
നമ്മുടെ റെഡ് ബെൽ പെപ്പർ ഇതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡ് വഴി കട്ട് ചെയ്താൽ ആ കുരു ഇല്ലാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. ഗ്രീൻ ബെൽ പെപ്പർ ഇഷ്ടമുള്ളവർക്ക് അതും ചെയ്യാം കേട്ടോ. എനിക്ക് ഇവിടെ പിന്നെ ഇത് കിട്ടും, പിന്നെ ഒരു ഓറഞ്ച് കളറും കൂടെ ഇവിടെ കിട്ടും. ഈ 3 കളറാണ്, 4 കളറാണ് ഇവിടെ സാധാരണ കാണുന്നത്. യെല്ലോ, ഓറഞ്ച്, റെഡ്, ഗ്രീൻ, ഇത് 3 ഉണ്ട്. ഇതിനകത്ത് റെഡും യെല്ലോയും പിന്നെ ഓറഞ്ചും കുഴപ്പമില്ല. ഇതൊരു ഇച്ചിരി കുറച്ച് സ്വീറ്റാണ്. ബെൽ പെപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബോളിലേക്ക് ഇടാം. അപ്പോൾ അതുപോലെ തന്നെ അസ്പാരഗസ് ഇതിൻ്റെ ഈ ചൂടുണ്ടല്ലോ അവിടെ കട്ടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇച്ചിരി കട്ടിയാണിത്, നമുക്ക് കാണും. ഇതുണ്ടോ, കുറച്ച് നാരുണ്ട്. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇത് നമുക്കങ്ങ് മാറ്റിക്കളയാം. ഇത് നമുക്ക് കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ എയർ ഫ്രയറിനകത്ത് വെക്കാനുള്ളതാണ്. ജസ്റ്റ് ഇതുപോലെ ചെയ്താൽ മതി. ഇത് നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിനൊന്നും അധികം വേവില്ല കേട്ടോ, പെട്ടെന്നാവേ. ഇതാകുമ്പോൾ നമ്മൾ ഓരോന്നൊന്നും എടുത്ത് കട്ട് ചെയ്യണ്ട, ഒന്നിച്ചങ്ങ് കട്ട് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചുവന്ന ഉള്ളി ഉണ്ടല്ലോ അതുകൂടെ ചേർക്കാം, സവാള ചേർക്കാം. ഇത് തീരെ നൈസായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് വലുപ്പത്തിൽ തന്നെ കിടന്നോട്ടെ. ഇപ്പോൾ സവാള നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിടാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഗാർലിക് പൗഡർ. ഇതുണ്ട് ഗാർലിക് പൗഡർ. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി. അതുപോലെ തന്നെ കുറച്ച് ക്രഷ് പെപ്പർ നമ്മുടെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. ഇതില്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ടാലും മതി. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്നത് കുറച്ച് ഒലിവ് ഓയിൽ. ഇതോടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റബിളൊക്കെ നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എയർ ഫ്രയറിനകത്ത് വെക്കാം. ഒരു 20 മിനിറ്റ് മതി കേട്ടോ, കൂടുതലൊന്നും സമയം എടുക്കത്തില്ല. 20 മിനിറ്റ് കൊണ്ടാകും. ഇല്ലെങ്കിൽ എയർ ഫ്രയർ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചും ചെയ്യാം. പക്ഷേ എയർ ഫ്രയറിനകത്ത് വെക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ്. ഇതെന്ന് പറയുന്നത് എയർ ഫ്രയറും സ്ലോ കുക്കറും കൂടെ ഒന്നിച്ചുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മുകളിലത്തെ ടോപ്പ് എന്ന് പറയുന്നത് എയർ ഫ്രയറായിട്ട് ഉപയോഗിക്കാം, ഇതിൻ്റെ ബോട്ടം സ്ലോ കുക്കറായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഇതാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഈ മുകളിൽ നിന്ന് ഇതെടുക്കാം. ഇതിനകത്ത് ഇതുപോലെ ഒരു ട്രേ ഉണ്ട്, അതിനകത്താണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ അടച്ചതിന് ശേഷം ഇതിൻ്റെ പവർ ഓണാക്കുക. പവർ ഓണാക്കി 20 മിനിറ്റ്സാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ ഞാൻ 350-ലാണ് വെക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇത് ഓണാക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിടുന്നുണ്ട്. ഇപ്പം നമ്മുടെ വെജിറ്റബിൾ എയർ ഫ്രയറിനകത്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് കീൻവ ഉണ്ടാക്കാം. ഇതുപോലെ നമുക്ക് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇനി കീൻവ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ സാധാരണ റൈസ് ഉണ്ടല്ലോ, ബാസ്മതി റൈസ്, അതുണ്ടാക്കിയാലും മതി. അപ്പം എല്ലാവർക്കും ഇത് അവൈലബിൾ ആണെന്നില്ലല്ലോ, അല്ലാത്തവരത് ചെയ്താൽ മതി കേട്ടോ. 1 കപ്പ് കീൻവയ്ക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് നമ്മളിതൊന്ന് വേവിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ. കീൻവ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ടാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. ഞാൻ ഉപ്പ് ഓൾറെഡി ഇട്ടു കേട്ടോ. ഇപ്പോൾ കീൻവ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ സിമ്മിലേക്ക് മാറ്റാം. ഇതൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് ഇവിടെ വെക്കാം. അപ്പോൾ ഇത് ഒരു 7 more minutes കൂടെ ഉണ്ട്. 20 മിനിറ്റ്സ് ഞാൻ വെച്ചത്. ഇത് ഇനി നമുക്കൊന്ന് ഇളക്കിയിടാം ഇടയ്ക്ക്, അല്ലെങ്കിൽ പിന്നെ അത് മോളിൽ മാത്രം അതായിട്ട് അടിയിൽ ശരിയായിട്ട് അങ്ങ് ഡ്രൈ ആകത്തില്ല. അതുകൊണ്ട് ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കിയിടാം. ഇത് കണ്ടോ, ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിടാം. ഇതിനകത്ത് കുറച്ച് അടിയിലുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഡ്രൈ ആണ്. ഇനി നമുക്ക് ഒരു 6 മിനിറ്റ് കൂടെ ഉണ്ട്, അത് ഓണാക്കാം. ഇതുണ്ടോ, കീൻവ നമ്മൾ ഓൾറെഡി തിളച്ച്. ഇനി നമുക്കിത് സിമ്മിലോട്ട് വെക്കാം. ഇനി സിമ്മിലിരുന്ന് വെന്തോളും. അപ്പോൾ ഇവിടെ ഇപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല ഗ്രിൽഡായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്.
ഇതുണ്ട്, എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. കാരണം ഈ എയർ ഫ്രയർ വെച്ച് തന്നെയാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചിക്കൻ വെക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് പീസുകളാണ് ഞാനിപ്പോൾ വെക്കാൻ പോകുന്നത്. ഇനി നമുക്ക് എയർ ഫ്രയർ ഒന്ന് ഓണാക്കാം. ഇത് ഞാനൊരു 350-ലാണ് വെക്കുന്നത് കേട്ടോ. 20 മിനിറ്റ്സാണ് ആദ്യം കാണിക്കുന്നത്. എന്നിട്ട് ഇടയ്ക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തത് മുഴുവനും ഞാൻ വെച്ചില്ല കേട്ടോ, കുറച്ചേ വെച്ചുള്ളൂ. ഇപ്പോൾ ലഞ്ചിന് വേണ്ടത് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്നത് ഒരു സിപ്ലോക്കിനകത്താക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. അത് ഇപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ, ഇവിടെ ഹസ്ബൻഡുണ്ട്, പിള്ളേരുണ്ട്. അവർക്കൊക്കെ ഇടയ്ക്ക് നമുക്ക് ഗ്രില്ല് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ ബാർബിക്യൂ പോലെ ഉണ്ടാക്കിയോ അത് കഴിക്കാം. അതിനുവേണ്ടി ഞാൻ ബാക്കി എടുത്ത് വെക്കാൻ പോവുകയാണ്. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഒരു സൈഡൊക്കെ കുറച്ച് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോടെ ഒന്ന് വേവട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരുവിധം ആയിട്ടുണ്ട്. എന്നാലും ഒരു കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് വെക്കാം. കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടട്ടെ. അതിനുവേണ്ടി ഞാൻ കുറച്ച് സമയം കൂടെ വെക്കുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിനകത്ത് വെക്കുമ്പോഴത്തേന് എളുപ്പമുണ്ടല്ലോ. ചിക്കനൊക്കെ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കീൻവ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ ഗ്രില്ല് ചെയ്തതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലഞ്ച് ബോക്സിനകത്തേക്ക് ആക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ദിവസമാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിവിടെ അത് എടുത്ത് വെക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് ചിക്കൻ എടുത്ത് വെക്കാം. അപ്പം ഞാൻ ഓർക്കുന്നത് 2 ദിവസം നമ്മുടെ ഗ്രീൻ ചിക്കനും 2 ദിവസം റെഡ് ചിക്കനും കൊണ്ടുപോകാമെന്നാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും എല്ലാം സെയിം ടേസ്റ്റ് ആയിരിക്കുമല്ലോ എല്ലാ ദിവസവും. കുറച്ച് കീൻവ അതിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസും എല്ലാത്തിനകത്തോട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 3 ആകുമ്പോഴത്തേനും നല്ല ബാലൻസ്ഡ് ഫുഡാണല്ലോ. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, വെജിറ്റബിൾ ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീനും ഉണ്ട്. ഇത് നല്ല ഒരു ലഞ്ച് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒക്കെ ഇഷ്ടമാണോ കഴിക്കാനായിട്ട്? നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ ഇവിടെ റെഡിയാണ്. കണ്ടോ, എന്ത് കളർഫുള്ളാണ് അല്ലേ? അപ്പോൾ ഇതെല്ലാം നമുക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം. അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ ജോലിക്ക് പോകുമ്പോഴത്തേനും ഓരോന്ന് എടുത്തുകൊണ്ട് പോയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ചൂടാറിയതിന് ശേഷമേ നമ്മൾ ഇതുപോലെ അടച്ച് വെക്കാവുള്ളൂ. ഇത് കണ്ടോ, നമ്മുടെ ലഞ്ച് ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുമ്പോഴത്തേനും ഓരോന്നും അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.